ഞാനിന്ന് എൻ്റെ പുരികം എങ്ങനെയാണ് ഞാൻ തനിയെ ചെയ്യുന്നതെന്ന് നോക്കാം, ഷേപ്പ് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ പുരികം ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്തെന്ന് നോക്കിയപ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു ട്വീസറാണ്. ട്വീസർ അല്ലെങ്കിൽ നമ്മൾ പണ്ട് പ്ലക്കർ എന്ന് പറയും, വാങ്ങാൻ എല്ലാ മിക്ക കടകളിലും കിട്ടും. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ എൻ്റെ എക്സ്ട്രാ ഇവിടെ താഴെയൊക്കെ നിൽക്കുന്ന ഒത്തിരിയുണ്ട് എടുക്കും. കാരണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് പെയിൻ കൂടുതലാണ്. നമ്മുടെ സ്കിന്നെല്ലാം വലിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പെയിൻ എടുക്കും. അപ്പോൾ പെയിൻ എടുക്കുന്ന കാരണം ഞാനിപ്പോൾ പോകാറില്ല, ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഇത് വെച്ചെടുക്കാൻ പറ്റുന്നത് ഇത് വെച്ചെടുക്കുകയും പിന്നെ ബാക്കി ഞാനൊരു ഫേസ് ഷേവറുണ്ട്, അത് വെച്ച് പതുക്കെ അങ്ങ് ട്രിം ചെയ്യുകയും ചെയ്യും. അപ്പം അത് കാരണം ഒരുവിധ ഷേപ്പ് ഇങ്ങനെ നിലനിൽക്കും. നമുക്ക് ഒത്തിരി അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്വീസർ വെച്ച് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് മാഗ്നിഫൈങ് മിററാണ് എടുക്കുന്നത്. കാരണം മാഗ്നിഫൈങ് മിറർ ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെച്ചാൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്കിൻ ഇങ്ങനെ വലിച്ചു പിടിക്കണം, മുകളിലെ സ്കിന്ന് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴത്തെ സ്കിന്ന് നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് നിൽക്കുന്നതിന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കണ്ട, എക്സ്ട്രാസ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ട, ഇത് എളുപ്പമാണ് ഇങ്ങനെ എടുക്കാൻ. ഇവിടെ ഒരു നരച്ച മുടി നിൽക്കുന്നു. നിങ്ങൾ ട്വീസർ ഉപയോഗിക്കുമ്പോൾ വേദനയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, പകരം ഷേവർ മാത്രം ഉപയോഗിക്കുക. ഇനി ട്വീസർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ഐസ് എടുത്ത് തടവിയാൽ മതിയാകും. അതുപോലെ തന്നെ ട്വീസർ വെച്ചെടുക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഏറ്റവും അടിയെന്ന് വെച്ചാൽ മൂടുന്ന് തന്നെ അത് പിടുങ്ങിയെടുക്കണം. ഇല്ല ഏറ്റവും അറ്റത്തൊന്നും ഇങ്ങനെ മുടിയുടെ തുമ്പത്തൊന്നും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ മുടി മുറിഞ്ഞു പോവുകയും ഇത് ഉള്ളിലോട്ട് വളർന്ന് നമുക്കിവിടെയൊക്കെ വല്ലാത്തൊരു വീർത്തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ മൂടിൽ നിന്ന് തന്നെ പിടിച്ച് എടുക്കണം. പിന്നെ എടുക്കുന്നത് തന്നെ എങ്ങനെയാണോ മുടി വളർന്ന് നിൽക്കുന്ന ആ പൊസിഷനിലോട്ട് തന്നെ പ്ലക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വശത്ത് നമ്മുടെ പുരികം എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഈ പൊസിഷനിലോട്ട് തന്നെയാണ് പ്ലക്ക് ചെയ്യാനുള്ളത്. ഓപ്പോസിറ്റ് പൊസിഷനിലോട്ട് പ്ലക്ക് ചെയ്യരുത്. ഐബ്രോസ് ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട് വേണം നമ്മൾ ഷേവറോ ട്വീസറോ ഉപയോഗിക്കാൻ. പിന്നെ വളർന്ന് പൊക്കത്തിൽ നിൽക്കുന്ന ഇത് നമുക്കൊരു സിസേഴ്സ് കൊണ്ട് വെട്ടിക്കളയാം. പ്രായമാകുമ്പോൾ സ്കിന്ന് ഒരുപാട് ലൂസാണ്. ട്വീസർ വെച്ച് സ്കിന്ന് പിടുങ്ങിയെടുക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് ഒരുവിധം ക്ലീൻ ആയതുകൊണ്ട്. പക്ഷേ ഈ പുരികം കണ്ടോ, നിറച്ച് നിൽപ്പുണ്ട്. എനിക്കിനി ഇതും എടുക്കണം. ഇത് കണ്ടോ, ഈ പുരികത്തിൻ്റെ ഡിഫറൻസും ഈ പുരികത്തിൻ്റെ ഡിഫറൻസും ഇപ്പോൾ കണ്ടോ. ഇനി ഇതേപോലെ ഒരു ഷേവർ ഉണ്ടെങ്കിൽ ഈ ഷേവർ വെച്ച് നമുക്ക് എക്സ്ട്രാസ് കൊച്ചു മുടികൾ നിൽക്കുന്നെങ്കിൽ അത് നമുക്ക് ഈ ഷേവർ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് മോൾ ഭാഗവും ഷേപ്പ് ചെയ്യാം. ഇതേപോലത്തെ ഒരു ഷേവർ ഉണ്ടെങ്കിൽ നമുക്ക് മോൾ ഭാഗവും ഷേപ്പ് ചെയ്യാം. അത് ഇങ്ങനെ പതുക്കെ താഴോട്ട് വരുത്തണം. താഴോട്ടിങ്ങനെ ഷേവ് ചെയ്യണം. ഇത് ഇങ്ങനെ വെച്ചിട്ട്
ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ പുരികത്തിൻ്റെയും ഡിഫറൻസ് കണ്ടോ. ഇനി നിങ്ങൾക്ക് പ്ലക്കറൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല, ചെറിയൊരു ബ്ലേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇപ്പം ഈ ട്വീസറൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇത് വെച്ച് ഇത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് മാത്രം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്, നോക്കിക്കോളേ. കണ്ടോ, ഇവിടെ ഏകദേശം ഒരുപോലെ ആയില്ലേ. അപ്പോൾ ഇത് വെച്ച് മാത്രമാണെങ്കിലും നമുക്കത് ചെയ്യാം. ഇല്ല, നമുക്ക് പ്ലക്കർ ഉണ്ടെങ്കിൽ പ്ലക്കർ വെച്ച് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതുപോലൊരു ഷേവർ വെച്ച് ചെയ്യാം. ഇല്ല, ചെറിയൊരു ബ്ലേഡ് വെച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വരില്ല. നമ്മൾ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ലൂസാകുമ്പം ഭയങ്കര വേദനയാണ് നമ്മളവിടെ പോയിരുന്ന് എടുക്കുമ്പോഴേ. അപ്പോൾ നമുക്കിതുപോലെ ചെയ്യാം. പിന്നെ നമുക്ക് അപ്പർ ലിപ്പും മുഖവും എല്ലാം ഇതേപോലത്തെ ഷേവർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പർ ലിപ്പ് ഷേവർ ഞാനതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരുപാട് രോമം മുഖത്ത് വരും. അപ്പം ഞാനിപ്പോൾ പോകാറില്ല. കാരണം പണ്ട് ഞാൻ വാക്സിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വാക്സിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രായം തോറും അവർ ഈ വലിച്ചെടുക്കത്തില്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്ന് വലിയും. അപ്പോൾ സ്കിന്നിൻ്റെ ടൈറ്റ്നസ് കുറയും. അപ്പോൾ ഞാൻ ഒത്തിരി കാലമായിട്ട് ഇപ്പോൾ വാക്സ് ചെയ്യാറില്ല. ഞാൻ ഇതുപോലത്തെ ഒരു ഷേവറാണ് ഉപയോഗിക്കുന്നത്. എളുപ്പമാണ് ഷേവറിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ എന്നും ചെയ്തില്ലെങ്കിലും ഒരു 4-5 ദിവസത്തെ ഒരിക്കൽ ചെയ്താലും മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി പ്രായമുള്ളവർക്ക് നല്ലത്. നിങ്ങളുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം മാത്രം അപ്പർ ലിപ്പ് ചെയ്യുക. ത്രെഡിങ്ങിനേക്കാളും എത്രയോ ബെറ്ററാണിത്. ത്രെഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രായമായതുകൊണ്ട് നല്ലോണം വേദനിക്കും. എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സൗകര്യാർത്ഥം ഇത് ചെയ്യാം. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. കണ്ടോ, അപ്പർ ലിപ്പും ക്ലിയറായി, എൻ്റെ ഐബ്രോസും ക്ലിയറായി. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഇനി അപ്പർ ലിപ്പൊക്കെ എടുക്കും മുമ്പേ ഒരു നല്ല മോയ്സ്ചറൈസറിങ് ക്രീമോ പിന്നെ നമ്മൾ കുറച്ച് എളുപ്പം പോകാനായിട്ട് മുഖമെല്ലാം നല്ലോണം കഴുകി സ്ക്രബിങ്ങും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം സ്മൂത്തായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എന്നെ പോലെയുള്ളവർ. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെയും എടുക്കാം. അപ്പർ ലിപ്പും ലോവർ ലിപ്പും ചിന്നും, ചിലർക്ക് പ്രായമാകുമ്പോൾ ചിന്നിലെല്ലാം നിറച്ച് രോമം വരെ എനിക്കുമുണ്ട്. ഞാനെല്ലാം ഇത് വെച്ച് ഈ റേസർ വെച്ച് തന്നെയാണ്, ഈ ഷേവർ വെച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പുരികവും കണ്ടോ, പുരികവും ഞാൻ ഷേപ്പ് ചെയ്യാറുണ്ട് ഇത് വെച്ച്. അപ്പർ ലിപ്പ് കൊടുക്കാണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ഒന്ന് വൃത്തിയാകാം മുഖം. ഇനി മുഖത്ത് നിറച്ച് രോമമുണ്ടെങ്കിൽ അതും ഇത് വെച്ചെടുക്കാം. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ